തൃശ്ശൂർ പൊതുവെ പരക്കെ ഒരു സംഭവമുണ്ട്. സുരേഷ് ഗോപിയെ BJP-ക്കാർ തന്നെ തോൽപ്പിക്കും. മീൻ വിൽപ്പന ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് മീൻ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ തല്ലി തകർക്കുന്നു. ചാണകത്തിൽ കുറേ ആളുകൾ കൂടി കുളിക്കുന്നു. അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഞാനടക്കം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പടക്കം പൊട്ടിക്കുന്നതൊക്കെ ശരിക്കും എവിടെയാണ്? സുനേമ വെച്ച് പടക്കം പൊട്ടിക്കുന്നത്. ഇതൊക്കെ മതത്തിന്റെ എത്രത്തോളം ഒരു മനസ്സിലാക്കണം. പടക്കമൊക്കെ പൊട്ടിക്കുന്നത് എവിടെ വെച്ചാണ് പടക്കം പൊട്ടിക്കൽ എന്ന് പോലും അറിയാത്ത ഈ ചാണകത്തിലൊക്കെ കുളിച്ച് നടക്കുന്ന, അത് ഉല്ലസിച്ച് നടക്കുന്ന എന്തൊരു ഭ്രാന്താണ്, എന്തൊരു മതഭ്രാന്താണ് എന്ന് എനിക്ക് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ കഴിയാത്ത എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എന്നുള്ളത് ശരിക്കും വല്ലാത്തൊരു ഭീതിയിലേക്കാണ് പോകുന്നത്. കാര്യം വിവരമില്ലാത്ത കുറേ ആളുകൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നുകയാണ്. കാര്യം സുരേഷ് ഗോപി ചട്ടി അടക്കം കൊടുത്ത്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ചട്ടി അടക്കം കൊടുത്ത് ന്യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കാലത്ത് ക്രിസ്ത്യാനികൾക്ക് എത്രയും വല്ലാത്ത രീതിയിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പള്ളി കൂടെ പൊളിക്കുക എന്ന് പറയുമ്പോൾ, അതായത് ആദ്യമായി ക്രിസ്ത്യൻ പ്രചരണം നടന്നത് അവിടെയാണ് എന്നൊക്കെയാണ്. സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി ശരിക്കും ഈ തൃശ്ശൂർ ഒന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് കൊല്ലത്ത് വരെ മാതാവ് ഉണ്ടായിട്ട് പോലും തൃശ്ശൂർ വന്ന് മാതാവിന് കിരീടം വെച്ചു കൊടുക്കുക. ഞാൻ പറയുന്നത് ഇത്തരം രീതിയിലേക്കൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കിട്ടാവൂ, എങ്ങനെയെങ്കിലും ഒന്ന് തൃശ്ശൂർ ജില്ല ഒന്ന് കയ്യിലാക്കാവൂ എന്ന് വിചാരിച്ച് ലേറ്റസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മറിച്ചിട്ടിട്ടുണ്ട്. RV ബാബു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇപ്പോൾ ചിലർ അത് മുതലെടുക്കാൻ നോക്കുന്നു, എവിടുന്നോ ആരോടോ കിഴുക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തലയ്ക്ക് കൊട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കൃഷ്ണരാജ് ഉറച്ചു നിൽക്കും. പക്ഷേ ആളുകൾ ഇത് മനസ്സിലാക്കേണ്ട വിഷയം, ആളുകൾ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്ന സാഹചര്യം. RV ബാബുവിന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ പോലും അതിന്റെ വരികൾക്കിടയിലൂടെ എന്താണുള്ളത് പൊളിക്കും. തൽക്കാലം ഞങ്ങൾ ഇത് നിർത്തി. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ലഹരിയാണ്. ഈ ലഹരി കൂടുമ്പോഴൊക്കെയാണ് ഈ സംഭവം ചെയ്യുക. അതായത് കുറേശ്ശെ ലഹരി കിട്ടുന്നതിനപ്പുറത്ത് ഓവർ ഡോസ് കൊടുക്കുന്ന സമയത്താണ് ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിക്കുക. അതായത് നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പിടുത്തുമില്ല എല്ലാവർക്കും അല്ലേ? എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താ വിനോദേട്ടാ? അല്ല, ഈ കാലത്ത് നടക്കേണ്ടതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുമ്പേ പറഞ്ഞു പോരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഓരോന്നായി അങ്ങനെ ഉണ്ടല്ലോ, തികട്ടി അരച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ എന്നാണ് കാണേണ്ടത്. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എന്നുള്ളത് ശരിക്കും വല്ലാത്തൊരു ഭീതിയിലേക്കാണ് പോകുന്നത്. കാര്യം വിവരമില്ലാത്ത കുറേ ആളുകൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നുകയാണ്. കാര്യം എത്ര നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആയത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമമുണ്ട് ശരിക്കും. ഞാനൊരു 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. ഒന്ന്, പാർലമെന്റിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുമ്പം പാർലമെന്റിന്റെ പടിക്കെട്ടുകൾക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ച നരേന്ദ്രമോദി. രണ്ടാമത്തെ ഒരു ദൃശ്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ പാർലമെന്റിന് പുതിയതൊരു കെട്ടിടം പണിത സമയത്ത് അവിടേക്ക് കുറേ സാമിയാർമാരെ ആനയിച്ചു കൊണ്ടുവന്നൊരു യോഗദണ്ഡുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രധാനമന്ത്രി. മൂന്നാമത്തേത്, ഈ സ്വാമിമാർ ചെയ്യേണ്ട പണി പോയി ചെയ്ത് അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോയ പ്രധാനമന്ത്രി. എന്ന് പറഞ്ഞാൽ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. 1950 ജനുവരി 26 വളരെ മനോഹരമായ, ലോകത്ത് തന്നെ ഒരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്തൊരു ഭരണഘടനയൊക്കെയായി ഒരു റിപ്പബ്ലിക് എന്നുള്ള നിലയിൽ ഒരു രാജ്യം ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളുമായി മുന്നോട്ട് പോയി ഒരു 7-7.5 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങൾക്കെല്ലാം ഒരു അട്ടിമറി നടന്നതായിട്ടാണ് നമ്മളിപ്പോൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ തുടർന്ന് ഇവിടെ വരിക. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ഭൂതഗണങ്ങളുണ്ടല്ലോ, കുറേ ഭൂതഗണങ്ങൾ. ആ ഭൂതഗണങ്ങൾ പറയുന്നതാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചയാവുന്നത്. ഇപ്പോൾ വലിയൊരു വിവാദം തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് ആ വിവാദം ഇപ്പോൾ പൊങ്ങി വരുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പുത്തൻപള്ളി, വേറൊരു കാളകൂടം ഉണ്ടല്ലോ, നമ്മളെ സോഷ്യൽ മീഡിയയിലെ കാളകൂടെന്ന് പറയാവുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. അദ്ദേഹം നേരത്തെ പുത്തൻപള്ളിയെക്കുറിച്ച് ഒരു ആക്ഷേപം, അത് ദേവസ്വം പറമ്പിലാണ്, അത് ഞങ്ങളുടെ ഭൂമിയാണ്, അത് ഞങ്ങൾ പിടിച്ചെടുക്കും എന്നൊക്കെ തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ കുറേ മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനു മുമ്പ് തന്നെ അർത്തുങ്കൽ പള്ളിയെ സംബന്ധിച്ചും ഇതുപോലൊരു വിവാദം വന്നിരുന്നു. വളരെ ലേറ്റസ്റ്റായി 24 ന്യൂസിൻ്റെ ചാനൽ ചർച്ചയ്ക്കിടയിൽ RV ബാബു, ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവിൻ്റെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നു. എന്താണ്? പാലയൂർ പള്ളി, ഗുരുവായൂരിനടുത്തുള്ള ചാവക്കാടിന് സമീപത്തുള്ള പാലയൂർ പള്ളി
ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടിയിൽ ക്ഷേത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അല്ല, മുൻപ് ക്ഷേത്രമായിരുന്നു എന്നാ പറയുന്നത്. അത് ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിഞ്ഞത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച, അതായത് ഇത് ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുമ്പോഴേ സുരേഷ് ഗോപി ചട്ടി അടക്കം കൊടുത്ത്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ചട്ടി അടക്കം കൊടുത്ത് ന്യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കാലത്ത് ക്രിസ്ത്യാനികൾക്ക് എത്രയും വല്ലാത്ത രീതിയിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പള്ളി കൂടെ പൊളിക്കുക എന്ന് പറയുമ്പോൾ, അതായത് ആദ്യമായി ക്രിസ്ത്യൻ പ്രചരണം നടന്നത് അവിടെയാണ് എന്നൊക്കെയാണ് അതിനുള്ള ഒരു ഇത്. തോമാസ് ശ്ലീഹ നൂറ്റാണ്ടിൽ, അതായത് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം രൂപീകരിച്ച ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ വരുന്നുണ്ട്. ആ കേരളത്തിൽ വന്ന തോമാസ് ശ്ലീഹ കേരളത്തിലാകെ 7 പള്ളികളാണ് സ്ഥാപിച്ചത്. ആ 7 പള്ളികളിൽ ഒന്നാണ് ഈ പാലിയൂർ പള്ളി. അതെ, അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളി ഇപ്പം അത് ക്ഷേത്രം മാറ്റി പിന്നെ പള്ളിയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. തോമാസ് ശ്ലീഹയാണല്ലോ ഇവിടെയൊക്കെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ട് പിന്നെ ആദ്യമായി മാമോദിസ മുക്കിയതൊക്കെ അവിടെ നിന്നുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലേ. ആ കുളത്തിനെ സംബന്ധിച്ച് അപ്പോൾ ആ കുളത്തിൽ കുറച്ച് ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മേലേക്ക് വെള്ളം അവര് എന്താ പുണ്യാഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈശ്വരൻ ഇങ്ങനെയാണ് മുകളിൽ നിൽക്കാൻ വേണ്ടി വെള്ളത്തോട് മുകളിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മുകളിൽ വെള്ളം നിന്നു എന്നുള്ളൊക്കെ ചരിത്രം. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി ശരിക്കും ഈ തൃശ്ശൂർ ഒന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് കൊല്ലത്ത് വരെ മാതാവ് ഉണ്ടായിട്ട് പോലും തൃശ്ശൂർ വന്ന് മാതാവിന് കിരീടം വെച്ചു കൊടുക്കുക. ഞാൻ പറയുന്നത് ഈ ഇത്തരം രീതിയിലേക്കൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കിട്ടാവൂ, എങ്ങനെയെങ്കിലും ഒന്ന് തൃശ്ശൂർ ജില്ല ഒന്ന് കയ്യിലാക്കാവൂ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം സംഭവങ്ങൾ. അതായത് തൃശ്ശൂർ പൊതുവെ പരക്കെ ഒരു സംഭവമുണ്ട്, സുരേഷ് ഗോപിയെ BJP-ക്കാർ തന്നെ തോൽപ്പിക്കും. അതായത് ഇനിയിപ്പോ മറ്റേ നമ്മളെ ഈ ഹിന്ദു പ്രചാര സഭ എന്നൊക്കെ പറയുമ്പോൾ ഈ HIV എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സംഘടനയൊക്കെ BJP-യുടെ എല്ലാവരും പറയും ഞങ്ങളുടെ സംഘടനയല്ല എന്ന് പറഞ്ഞിട്ടാണ് BJP-ക്കാർ തള്ളി പറയാം. പക്ഷെ ഇവർക്കാണ് വോട്ട് ചെയ്യല്, ഇവരാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യല് എന്നുള്ളത്. മോളും പെങ്ങളും ഒക്കെ ഒന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് അതാണ് സ്ഥിതി. അമ്മയും മോളും പെണ്ണ് തന്നെ പറഞ്ഞതുപോലെയാണ് സ്ഥിതി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത ഇടത്ത് അതേ മണ്ണിൽ പുതിയ രാമക്ഷേത്രം വന്നു. രണ്ടാമത്തേത് അതിനടുത്ത് ഉത്തർപ്രദേശിലെ തന്നെ വാരണാസിയിലെ ഗ്യാൻവ്യാപി പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വാദം പോലും കേൾക്കാതെ കോടതികൾ എങ്ങനെയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ ഈ അട്ടിമറിയുടെ കാലത്ത് അതൊക്കെ സംഭവിക്കും, അതിലപ്പുറവും സംഭവിക്കും. അല്ല, ഇപ്പോ കോടതിക്കുള്ളിൽ ഒന്ന് മനസ്സിലാക്കണം, കോടതിക്കുള്ളിൽ അഡ്വക്കേറ്റുമാര് ജയ് ശ്രീറാം വിളിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മീൻ വിൽപ്പന ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇതൊക്കെ ശരിക്കും എടുത്ത് പറയേണ്ട വിഷയം തന്നെയാണ്. മീൻ വിൽപ്പന ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് മീൻ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ തല്ലി തകർക്കുന്നു. ചാണകത്തിൽ കുറേ ആളുകൾ കൂടി കുളിക്കുന്നു. അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഞാൻ അടക്കം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പടക്കം പൊട്ടിക്കുന്നതൊക്കെ ശരിക്കും എവിടെയാണ്? സുനേമ വെച്ച് പടക്കം പൊട്ടിക്കുന്നു. ഇതൊക്കെ മതത്തിന്റെ എത്രത്തോളം, അതായത് എന്നോട് എൻ്റെ അടുത്ത ഒരാൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ്, മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ലഹരിയാണ്. ഈ ലഹരി കൂടുമ്പോഴൊക്കെയാണ് ഈ സംഭവം ചെയ്യുക. അതായത് കുറേശ്ശെ ലഹരി കിട്ടുന്നതിനപ്പുറത്ത് ഓവർ ഡോസ് കൊടുക്കുന്ന സമയത്താണ് ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിക്കുക. അതായത് ഒരു മനസ്സിലാക്കണം, പടക്കമൊക്കെ പൊട്ടിക്കുന്നത് എവിടെ വെച്ചാണ് പടക്കം പൊട്ടിക്കൽ എന്ന് പോലും അറിയാത്ത ഈ ചാണകത്തിലൊക്കെ കുളിച്ച് നടക്കുന്ന, അത് ഉല്ലസിച്ച് നടക്കുന്ന എന്തൊരു ഭ്രാന്താണ്, എന്തൊരു മതഭ്രാന്താണ് എന്ന് എനിക്ക് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ കഴിയാത്ത സംഭവമുണ്ട്. ശരിക്കും നമുക്കൊരു സ്മെല്ല് വരരുതേ. ഇപ്പം നമ്മളൊക്കെ ഒരു സ്മെല്ലിലൂടെ പോവരുതേ, ഒരു വൃത്തികെട്ട സ്മെല്ല് വരരുതേ എന്ന് പറയുന്നത്. ഇത് വൃത്തികെട്ട സ്മെല്ല് വന്നോളൂ, ഞങ്ങളത് ആസ്വദിക്കാം എന്ന് പറയുന്ന രീതി എങ്ങോട്ടാണ് ഇന്ത്യയുടെ പോക്ക്? ഇപ്പോൾ ഒരു കൂട്ടരുടെ മതഭ്രാന്തോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളോ എന്തോ അന്ധവിശ്വാസം എന്തോ ആവട്ടെ, പക്ഷേ അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. നമുക്ക് ചെറുതായി അതിനെ കാണാൻ പറ്റില്ല. വരും തലമുറ വല്ലാത്ത രീതിയിലേക്ക് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പം ബാബരി മസ്ജിദിന്റെ കാര്യം പറഞ്ഞു. ഗ്യാൻവ്യാപി മസ്ജിദിന്റെ നിലവറ തുറന്നു കൊടുത്തിരിക്കുന്നു കോടതി. അവിടെ പൂജ അന്ന് വൈകുന്നേരം തന്നെ പൂജ നടക്കുകയാണ്. ഒരു അപ്പീലിന് പോലും പോകാൻ അനുവാദം കൊടുക്കാതെ അപ്പീലിന് പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. നിങ്ങൾ ആലോചിച്ചു കോടതികൾ എത്ര ലാഘവത്തോടും വിശ്വസിക്കുക. അതേ സമയം തന്നെ ഡൽഹിയിൽ ഒരു JCB നിരന്ന് വന്നിട്ട് ഒരു പള്ളി കൊത്തിക്കോരി കൊണ്ടുപോയി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ എവിടേക്ക് വരുന്നത്? കേരളം പോലൊരു സ്ഥലത്തേക്ക് വരുന്നത്. നിസ്സാരമായ എവിടെയോ നടന്നതായി കാണുന്ന മണിപ്പൂരിൽ കൂട്ടക്കൊല നടന്നു, അല്ലെ മറ്റുള്ള സംഭവങ്ങൾ നടന്നു എന്ന് പറയുന്നത് പോലെ എത്രയോ അകലെ, എത്രയോ കാതങ്ങൾക്ക് ദൂരെ എന്തെങ്കിലും നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നതോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ കാണുന്നതോ അല്ല. കേരളത്തിൽ RV ബാബു ഇപ്പൊ ലേറ്റസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മറിച്ചിട്ടിട്ടുണ്ട്.
RV ബാബു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇപ്പോൾ ചിലർ അത് മുതലെടുക്കാൻ നോക്കുന്നു, എവിടുന്നോ ആരോടോ കിഴുക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തലയ്ക്ക് കൊട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൃഷ്ണരാജ് ഉറച്ചു നിന്നു. കൃഷ്ണരാജ് ഉറച്ചു നിൽക്കും. പക്ഷേ ആളുകൾ ഇത് മനസ്സിലാക്കേണ്ട വിഷയം, ആളുകൾ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്ന സാഹചര്യം. RV ബാബുവിന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ പോലും അതിന്റെ വരികൾക്കിടയിലൂടെ എന്താണുള്ളത്? പൊളിക്കും. തൽക്കാലം ഞങ്ങൾ ഇത് നിർത്തിവെക്കും. ഞങ്ങൾ ഭരണം കിട്ടിയാൽ പൊളിക്കും. നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ലൂർദ് മാതാവിന് കിരീടം വെച്ചതും, ക്രിസ്മസ് കാലത്ത് വീടുകളിൽ കയറി ഭവന സന്ദർശനം നടത്തിയതും, കേക്ക് പങ്കിട്ടതും, വീഞ്ഞു പങ്കിട്ടതും ഒക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഓർക്കണം എന്ന് RV ബാബുവിനോട് ആരോ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതുകൊണ്ട് കുറച്ചവിടെ നിൽക്ക്, വെയിറ്റ് ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ടാവാം, തുടങ്ങാം. JCB സ്റ്റാർട്ട് ചെയ്ത് വെച്ചതൊക്കെ ഓഫാക്കി വെച്ചോളൂ, നമുക്ക് പൊളി തുടങ്ങണം. അല്ല, ഞാൻ ചോദിക്കുന്നത് വിനോദിനോട്, ഇത്രയേറെ ഹൈപ്പ് ഉണ്ടാക്കി മാസങ്ങൾക്ക് മുമ്പ് പ്രചരണം നടത്തിയ സുരേഷ് ഗോപി എന്താവും ഇത്തരം പ്രസ്താവനയൊക്കെ വരുമ്പോൾ എന്താവും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്? അല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് പെരുമാറാൻ പിന്നെ തീരുമാനിക്കുന്നതെങ്കിൽ, ഒരു MP എന്നുള്ള നിലയിൽ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ ആവണമെന്നാണ് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ മിനിമം അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഈ പറയുന്ന കൃഷ്ണരാജിൻ്റെയോ അല്ലെങ്കിൽ RV ബാബുവിൻ്റെയോ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെത് വന്നിട്ടില്ല. ഇന്ന് വരെ അത്തരം വിഷയങ്ങളിൽ അദ്ദേഹം സ്പർശിച്ചിട്ടില്ല, അതിനെ സംബന്ധിച്ചൊരു കമൻറ്റും പറഞ്ഞിട്ടില്ല. തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് ഇത്രമാത്രം സാമൂഹികമായി സ്പർദ്ധയുണ്ടാക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളെടുത്തു നോക്കൂ, പിന്നെ ഈ പറയുന്ന തരത്തിൽ ഹിന്ദുത്വ വിഷയങ്ങളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ആണ് കൃഷ്ണരാജ്, 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ആണ് ഈ RV ബാബു. ഇങ്ങനെയുള്ള ആളുകൾ ബോധപൂർവം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ സുരേഷ് ഗോപിക്ക് എന്താണ് അദ്ദേഹത്തിന് പിന്നെ നാവുയരാത്തത്? അദ്ദേഹം എന്താണ് അതിനെ സംബന്ധിച്ച് കമൻറ്റ് പറയാത്തത്? എന്താണ് അതിനെ സംബന്ധിച്ചൊന്നും ഉണ്ടാത്തത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനു വേണ്ടിയിട്ട് ഒരുക്കി കൊണ്ടുവരുന്ന ഒരു 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 PR വർക്ക് നടത്തി കൊണ്ടുവന്ന് എവിടെയെങ്കിലും വെക്കേണ്ട ഒരു സാധനമല്ലല്ലോ ഇത്. അദ്ദേഹത്തെ ഞാൻ ചോദിക്കുന്നത്, സുരേഷ് ഗോപി ശരിക്കും ഹിന്ദുക്കൾ ഐക്യം വരണം അല്ലെങ്കിൽ ഹിന്ദുവെ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണോ ഇത്തരം പ്രസ്താവനകൾക്കും കാതടച്ചിരിക്കുന്നത്? അല്ല, സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഹിന്ദുക്കളെ ഐക്യപ്പെടുത്തുക എന്നുള്ള രീതി ഇത് നടക്കുമല്ലോ ശരിക്കും. അതായത് ഇവർ വിചാരിക്കുന്ന പോലെയുള്ള സംഭവങ്ങളല്ല ശരിക്കും എല്ലാ ഹിന്ദു സമുദായം. കേരളത്തിന്റെ പൊളിറ്റിക്കൽ സാഹചര്യം തന്നെ വടക്കേ ഇന്ത്യയെ സംബന്ധിച്ച് വേറെയാണല്ലോ. പക്ഷെ അത് BJP മനസ്സിലായിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഏതാണ്ട് 20% താഴെയുണ്ട് ഇന്ത്യയിലാണ്. BJP ദേശീയ തലത്തിൽ എന്താണ് തീരുമാനിക്കുന്നത്? ബാബു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. വി ഡോണ്ട് നീഡ് യു എന്ന് പറയുന്നതും വി ഡോണ്ട് വാണ്ട് യു എന്ന് പറയുന്നതും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നതും നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. BJP ഇന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം സമുദായം 20%-നടുത്തോ 18%-മോ എത്രയോ ഉണ്ടാവട്ടെ, അവരെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ്. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പറയുന്നൊന്നും ഞങ്ങൾ കണക്കിലെടുക്കുന്നില്ല. ഞങ്ങൾ ബാക്കിയുള്ള 80% വരുന്ന ആളുകളുമായി മുന്നോട്ട് പോകാൻ പോകുന്നു. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നിടത്ത് അതേപോലെ എവിടെ പറയാൻ പറ്റില്ല? കേരളത്തിൽ പറയാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ, കേക്ക് മുറിക്കുന്നതും ഭവന സന്ദർശനം നടത്തുന്നതും ലൂർദ് മാതാവിന് കിരീടം വെക്കുന്നതൊക്കെ കേരളത്തിൻ്റെ ഡെമോഗ്രാഫി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 18%-ഓളം ക്രിസ്ത്യാനികളുണ്ട്, അതേസമയം 26%-ലധികം മുസ്ലിങ്ങളുണ്ട്, ഈ പറയുന്ന 50%-ന് തൊട്ട് മുകളിലായും ഹിന്ദുക്കളുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ ഡെമോഗ്രാഫി. ഇവിടെ BJPക്ക് ജയിക്കണമെങ്കിൽ, ഇവിടെ BJPക്ക് ഒരു പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ ഒരു സീറ്റ് ലഭിക്കണമെങ്കിൽ ഹിന്ദു സമുദായത്തിൻ്റെ അവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിച്ച 15-16% അപ്പുറത്തേക്ക് അവർക്ക് വോട്ട് ലഭിക്കില്ലെന്നറിയാം. അതിന് ആഡ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയോ കിട്ടിയേ പറ്റൂ. അപ്പോൾ ആകെയുള്ള ഇലക്ടറേറ്റിലെ വോട്ടിംഗ് ഷെയർ 3ആയി വിഭജിക്കപ്പെടുന്ന സമയത്ത് ഒരു 30%-നടുത്ത് വോട്ട് അവർക്ക് ലഭിക്കുമ്പോൾ മാത്രമേ അവർക്ക് കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എഡ്ജുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വടക്കൻ ആവേശത്തിൽ RV ബാബുവിനെ പോലെയോ ഈ പറയുന്ന കൃഷ്ണരാജിനെ പോലെയോ ചില ആളുകൾ അവർ ആവേശത്തിന് മാത്രം പറയുന്നതല്ല കേട്ടോ, ഒരു പക്ഷേ അത് എന്ത് തരം പണിയാണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ പറയുമ്പോൾ കേരളത്തിൽ അത് പെട്ടെന്ന് തന്നെ ഇടപെട്ട് ആ പോസ്റ്റ് പിൻവലിപ്പിക്കുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം ഇതാണ്. അപ്പം വടക്കേ ഇന്ത്യ വേറെയും കേരളം വേറെയും അല്ലെങ്കിൽ തെക്കേ ഇന്ത്യ വേറെയുമായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാണ് BJP പോകുന്നത്. നിങ്ങൾ എടുത്തു നോക്കുക അവരുടെ പ്രവൃത്തികളെല്ലാം.
ഒരു ചർച്ചയ്ക്ക് വെക്കുന്നില്ല. നമ്മുടെ പൗരത്വ നമ്മുടെ ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് പിന്നെ നിയമസഭയിൽ വെക്കുന്നു. ഒരു ചർച്ചയ്ക്ക് പോലും സമയം കൊടുക്കാതെ നിങ്ങൾ വേണ്ട, നിങ്ങളിത് ചർച്ച ചെയ്യുന്നു. ആർക്കാണ് എതിർപ്പുള്ളത്? മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. നിങ്ങളുടെ എതിർപ്പായി നിന്നോ, ഞങ്ങൾക്കത് കാര്യമല്ല, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട്. പക്ഷെ അതോടുകൂടെ തന്നെ ക്രിസ്ത്യാനികളിലേക്കുള്ള കൈവെപ്പ് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം പണ്ട് പറയാറുണ്ടല്ലോ, പിന്നെ അവർ പിന്നെ ജൂതരെ ആക്രമിച്ചപ്പോൾ നമ്മൾ ഒന്നും മിണ്ടിയില്ല, കാരണം ഞങ്ങൾ ജൂതന്മാരല്ല എന്ന് പറയുന്നൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവർ പിന്നീട് തൊഴിലാളികളെ തേടി വന്നു, അപ്പോഴും ഞങ്ങളൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞതുപോലെ മുസ്ലിങ്ങളെയാണ് ആദ്യം ഈ പറയുന്ന രീതിയിൽ അപരത്വം കൽപ്പിച്ച് അകറ്റി നിർത്തുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്നത് ക്രിസ്ത്യാനികളിലേക്ക്, അവിടെ നിന്ന് ബൗദ്ധരിലേക്ക്, ജൈനരിലേക്ക്, അങ്ങനെ ഏതൊക്കെ മൈനോറിറ്റീസ് ഉണ്ടോ, ഏതൊക്കെ അർത്ഥത്തിലുള്ള മൈനോറിറ്റീസ് ഉണ്ടോ അവരിലേക്കൊക്കെ പിന്നീട് കടന്നു വരും. പിന്നീട് അത് ഭാഷയിലേക്ക് മാറും. ഈ പറയുന്ന സംഭവത്തിന്റെ അങ്ങനെയുള്ള മൈനോറിറ്റീസിലേക്ക്. അതിനോടുള്ള ഞാൻ പറയട്ടെ, ഈ ഇന്ത്യ ശരിക്കും വളർന്നുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാണകത്തിൽ കുളിക്കുക, അതുപോലെ തന്നെ മറ്റുള്ള അഗാധമായ അന്ധമായ വിശ്വാസങ്ങളിലൂടെ വല്ലാത്ത രീതിയിലേക്ക് പ്രചരണം നടക്കുക. അത് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുമ്പോഴും ഇത്തരം രീതിയിലേക്കുള്ള പ്രസ്താവനകൾ ശരിക്കും അദ്ദേഹത്തിന്റെ വോട്ടിനെ കുറയ്ക്കും എന്നുള്ളത് 100% ചില ടോർപിഡോകൾ ഉറപ്പല്ലേ? 100% ഉറപ്പാണ് എന്ന് തന്നെ വേണം പറയാൻ. കാര്യം മതവികാരം കുത്തി ഉണർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി ഇവിടെ കേരളത്തിൽ നടക്കത്തില്ല എന്നുള്ളത് ഇപ്പോഴും BJPയുടെ നേതൃത്വമോ മറ്റുള്ള അവരുടെ കൂട്ടുകൂടുള്ള സംഘടനകളോ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ വിചാരം ഹിന്ദു സമുദായം മൊത്തം BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ്, അതുപോലെ തന്നെ BJPക്ക് അടിമകളാണ് എന്ന് വിചാരിക്കുന്ന രീതിയിലേക്കാണ് ഇവരുടെ കണക്കുകൂട്ടലുകൾ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ആകെയുള്ള 80%-ലധികം ഹിന്ദുക്കൾ ഉണ്ടായിട്ടും ഇത്രമാത്രം ശക്തമായ പ്രചാരണങ്ങളൊക്കെ നടത്തിയിട്ടും അവർക്ക് ഈ രാജ്യത്തെ വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇലക്ടറേറ്റിലെ ആദ്യം 31% കിട്ടിയത്, പിന്നീട് 37% മാത്രമാണ് BJPയുടെ കയ്യിലുള്ളത്. 63% ഹിന്ദുക്കൾ, 78.9%. ഇവർക്ക് അനുകൂലമല്ല എന്നൊരു സാഹചര്യം അവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ആ കാര്യത്തിൽ എടുത്തു. അത് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ കുറച്ച് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് 2020 സെൻസസ് പ്രകാരം 78.9% ഹിന്ദു സമുദായം ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. ബാക്കിയുള്ള 12%, 9% എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അപ്പോൾ ഈ 78.9% ആളുകളാണ് ഏറ്റവും കൂടുതൽ പെട്രോളിന് പൈസ ചെലവാക്കുന്നത്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ജോലി പോയി കഴിഞ്ഞാൽ ഹിന്ദു സമുദായത്തിനാണ് ജോലി നഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കപ്പെടുന്നത് ഹിന്ദു സമുദായത്തെയാണ്. ആ ഒരു കണക്കിരിക്കെ കുറേ ആളുകൾ ശരിക്കും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വരും കാലങ്ങളിൽ ശരിക്കും 100% ഇത്തരം ഒരു രീതിയിലേക്ക് ജനങ്ങൾ ഞങ്ങളെ മതത്തിൻ്റെ പേരിൽ, അതായത് ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ശരിക്കും പൂജ നടത്തിയത് ശരിക്കും നരേന്ദ്രമോദിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി കൂടിയായ നരേന്ദ്രമോദി, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി കൂടിയായ യോഗി ആദിത്യനാഥ്, മറ്റുള്ള ഉത്തർപ്രദേശ് കലക്ടറോ ഗവർണറൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പം അത് ആരാണ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾ ചിന്തിച്ചു തൊടുക. അതായത് ഒരു പൂജ, ഒരു ശരിക്കും ഒരു പ്രതിഷ്ഠ വെക്കുന്ന സമയത്ത് ആ പ്രതിഷ്ഠയ്ക്ക് ശരിക്കും പവർ കൊടുക്കണമെങ്കിൽ ആരായിരിക്കണം അത് പ്രതിഷ്ഠ വെക്കേണ്ടത്, ആരായിരിക്കണം പൂജിക്കേണ്ടത്, ആരാവണം പ്രതിഷ്ഠ നടത്തേണ്ടത് എന്നൊക്കെ ജനങ്ങൾ ശരിക്കും കുറച്ച് ആളുകളെല്ലാം ചിന്തിച്ച് തുടങ്ങാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. കുറച്ച് ആളുകളൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് ശരിക്കും തൃശ്ശൂർ പിടിക്കാൻ വലിയ പാടായിരിക്കും എന്ന് തന്നെ പറയാണ്. നന്ദി, നമസ്കാരം.